മറ്റു പ്രധാനപ്പെട്ട കാര്യം ഇനിയിപ്പോൾ വേനൽ വരാൻ വേണ്ടി വേനൽ ഇനിയല്ല ഇപ്പോൾ തന്നെ വേനൽ രൂക്ഷമായിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കുടിവെള്ളവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായിരിക്കും. വലിയ ക്ഷാമമുണ്ടാകാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. പക്ഷേ ഒരു കുളം നിറയെ വെള്ളമുണ്ടായിട്ടും വെള്ളം കുടിക്കാൻ കഴിയാതെ പോകുന്ന കുറച്ച് മനുഷ്യരെക്കുറിച്ചാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതിന് കാരണമാകുന്നതാകട്ടെ ഒരു പഞ്ചായത്ത് ഭരണസമിതിയും. പത്തനംതിട്ട ചിറ്റാർ കുളങ്ങര വാലിയിൽ കുടിവെള്ളമില്ലാതെ നെട്ടോട്ടമോടുകയാണ് 70ഓളം കുടുംബങ്ങൾ. കുടിവെള്ളത്തിനായി പഞ്ചായത്ത് നിർമ്മിച്ച കുളത്തിൽ ആവശ്യത്തിന് കുടിവെള്ളം ഉണ്ടെന്നിരിക്കെയാണ് നാട്ടുകാരുടെ ഈ ഗതികേട്. ജനങ്ങളുടെ കുടിവെള്ളം മുട്ടിക്കുന്നത് ചിറ്റാർ പഞ്ചായത്തിലെ UDF ഭരണസമിതി എന്നാണ് ആക്ഷേപം. നാട്ടുകാർ സ്വരൂപിച്ച പണം കൊണ്ട് വാങ്ങിയ വറ്റാത്ത കുളമാണ് ഈ കാണുന്നത്. കടുത്ത വേനലിൽ 70ഓളം കുടുംബങ്ങൾക്ക് വിതരണം ചെയ്യാനുള്ള കുടിവെള്ളവും ഈ കുളത്തിലുണ്ട്. കുടിവെള്ള വിതരണത്തിനായി 3 ടാങ്കുകളും പഞ്ചായത്ത് മേടിച്ചു കഴിഞ്ഞു. പൊതു ആവശ്യത്തിനായി സ്ഥലം വിട്ടു നൽകിയ രാജൻ അതേ പഞ്ചായത്തിന് മുമ്പിൽ പോയി കുടിവെള്ളത്തിനായി സമരം ചെയ്യുകയാണ്. എൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇപ്പം സ്ഥലവും വിട്ടു കൊടുത്തു. ഇന്നിപ്പം പഞ്ചായത്ത് ഉപരോധിക്കാനും പോകേണ്ടി വന്നു ജനങ്ങളെ സംഘടിപ്പിച്ച്. ഇന്ന് ഞങ്ങളൊരു 100 ആൾക്കാരുണ്ടായിരുന്നു. വീട്ടമ്മമാരും കുഞ്ഞുങ്ങളും എല്ലാം ആയിട്ടാണ് പഞ്ചായത്ത് ഉപരോധിച്ചിട്ട് വന്നിരിക്കുകയാണ്. കുടിവെള്ള പദ്ധതിക്കായി ജില്ലാ ബ്ലോക്ക് പഞ്ചായത്തുകൾ 20 ലക്ഷം രൂപ വീതം നൽകി. പഞ്ചായത്തിലെ LDF ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ 21 ലക്ഷം രൂപയും അനുവദിച്ചു. എന്നാൽ UDF ഭരണസമിതി പദ്ധതി നടപ്പാക്കുന്നില്ലെന്നാണ് ആരോപണം. PM വർഗീസ് എന്ന് പറയുന്ന കോൺട്രാക്ടർ ടെൻഡർ എടുത്തു, പൈപ്പ് കുഴിച്ചിട്ടു, ഒട്ടുമിക്ക സാധനങ്ങളും അവരിറക്കി. ഇനി നമ്മൾക്ക് ടാങ്കാണ് സ്ഥാപിക്കേണ്ടത്. അപ്പോൾ അവർ പറയുന്നത് പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥരെ, കാരണം AE എന്ന് പറയുന്ന ആള് വന്ന് കണ്ട് മെഷർമെന്റ് എടുത്താലേ അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ചിറ്റാർ പഞ്ചായത്തിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാണ്. കുടിവെള്ള പ്രശ്നത്തിൽ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിനു മുൻപിൽ പ്രതിഷേധ യോഗവും സംഘടിപ്പിച്ചിരുന്നു. കേരള ന്യൂസ്, പത്തനംതിട്ട.